ഈ വീഡിയോ ഇത്തിരി ഡിസ്റ്റർബിംഗ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് അടിക്കുന്നവർക്ക് ഇപ്പോൾ സ്കിപ്പ് അടിക്കാം. ഓക്കെ. 1930 ഫ്ലോറിഡയിൽ കാൾ ടാൻസ്ലർ എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോളജി ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. ഈ ടാൻസ്ലറിൻ്റെ അടുത്തേക്ക് എലീന പറഞ്ഞിട്ടൊരു 20-21 വയസ്സ് ഒരു പെൺകുട്ടി വന്നു. ടാൻസ്ലർക്കാണെങ്കിൽ എലീനയുടെ അടുത്ത് ഭയങ്കര ഇൻഫാക്ച്വേഷൻ ഫീൽ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എലീന TB വന്ന് മരിച്ചുപോയി. വിഷമം സഹിക്കാൻ വയ്യാതെ ടാൻസ്ലർ എന്ത് ചെയ്തു, സെമിത്തേരിയിൽ പോയിട്ട് എലീനയുടെ ബോഡി റിക്കവർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഈ ബോഡി റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിയാനോ വയേഴ്സും ഇലക്ട്രിക്കൽ വയേഴ്സും വാക്സും ആർട്ടിഫിഷ്യൽ ഹെയറൊക്കെ യൂസ് ചെയ്തു. അതുപോലെ മണം പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി പെർഫ്യൂംസും അതുപോലെ ഡിസ്ഇൻഫെക്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തു. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലീനയുടെ പെൽവിക് റീജിയനിൽ, അതായത് വെജൈനൽ റീജിയനിൽ ഒരു ഹോളോ പൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി യൂസ് ചെയ്തതൊന്നും നമുക്ക് തെളിവുകളില്ല. ചിലപ്പോൾ അതൊരു സ്ട്രക്ചറൽ സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്തതായിരിക്കാം. ഒരു 7 കൊല്ലം ഇവരിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു എന്നാണ് പറയണത്. എലീനയുടെ ചേച്ചിക്ക് ചെറിയൊരു സംശയം തോന്നി പോലീസിനെ അറിയിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നതും ടാൻസ്ലറിനെ പിടിക്കുകയും ചെയ്തത്. ടാൻസ്ലറിനോട് സംസാരിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഒരു എക്സ്ട്രീം ഡിലൂഷണൽ ഒബ്സഷനായിരുന്നു ടാൻസ്ലർക്ക് എലീനയുടെ അടുത്തുണ്ടായിരുന്നത്. പക്ഷേ അവർ തമ്മിൽ ഒരു നെക്രോഫൈലൊന്നും അല്ലായിരുന്നു ടാൻസ്ലർ. വളരെ പ്യുവറായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള സ്നേഹവും കെയറിങ്ങും ആയിരുന്നു എലീനോട് ടാൻസ്ലർക്ക് ഉണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ?